ജ്യോതിഷവും ജ്യോതിശാസ്ത്രവും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസങ്ങളെക്കുറിച്ചുള്ള ഒരു ലഘുവിവരണമാണിത്. പുരാതന കാലത്ത് വെറും സമയം അളക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു സാധാരണ ഗണിതവിദ്യ എങ്ങനെയാണ് ഇന്ന് നമ്മൾ കാണുന്ന കപടശാസ്ത്രമായ ജ്യോതിഷമായി മാറിയതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമതായി, പ്രപഞ്ചത്തെക്കുറിച്ച് പഠിക്കുന്ന യഥാർത്ഥ ശാസ്ത്രമാണ് ജ്യോതിശാസ്ത്രം അഥവാ ആസ്ട്രോണമി. എന്നാൽ ആദ്യകാലത്ത് യാഗങ്ങൾക്ക് കൃത്യമായ സമയം കണ്ടെത്താനുള്ള വെറുമൊരു കാലണ്ടർ മാത്രമായിരുന്നു ജ്യോതിഷം. ഒന്നാലോചിച്ചു നോക്കൂ, സമയം നോക്കാനുള്ള ഒരു സാധാരണ ക്ലോക്ക് നിങ്ങളുടെ ഭാവി തീരുമാനിക്കുമെന്ന് പറഞ്ഞാൽ എത്ര അസംബന്ധമാണല്ലേ. അതുപോലെയാണ് ഇന്നത്തെ ജ്യോതിഷവും. രണ്ടാമതായി, ഇന്നത്തെ ജ്യോതിഷം ജ്യോതിശാസ്ത്രത്തിൽ നിന്ന് സ്വാഭാവികമായി പരിണമിച്ചുണ്ടായതാണോ? തീർച്ചയായുമല്ല. ഗ്രഹങ്ങളെ നോക്കി ഭാവി പ്രവചിക്കുന്ന രീതി ഇന്ത്യയുടെ സ്വന്തം കണ്ടുപിടുത്തമല്ല. യവനജാതകം പോലുള്ള ഗ്രീക്ക് ഗ്രന്ഥങ്ങളുടെ സ്വാധീനത്തിലൂടെയാണ് വ്യക്തികളുടെ ജാതകം നോക്കുന്ന ഈ ഏർപ്പാട് ആദ്യ നൂറ്റാണ്ടുകളിൽ ഇന്ത്യയിലേക്ക് കടന്നുവന്നതും പിന്നീട് വികസിച്ചതും. അവസാനമായി, ഇന്ന് ശാസ്ത്രലോകം ജ്യോതിഷത്തെ യാതൊരു തെളിവുകളുമില്ലാത്ത വെറും കപടശാസ്ത്രമായിട്ടാണ് തള്ളിക്കളയുന്നത്. ഗ്രഹങ്ങൾക്ക് മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കാൻ കഴിയില്ലെന്ന് ശാസ്ത്രം ആവർത്തിച്ച് തെളിയിച്ചിട്ടും ആളുകളുടെ പേടിയും വൈകാരിക ബുദ്ധിമുട്ടുകളും മുതലെടുത്ത് കോടിക്കണക്കിന് രൂപയുടെ ഓൺലൈൻ തട്ടിപ്പുകളാണ് വ്യാജ ആപ്പുകളും മറ്റുമിന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ചുരുക്കത്തിൽ പറഞ്ഞാൽ, പ്രപഞ്ചത്തെ യുക്തിസഹമായി മനസ്സിലാക്കാനുള്ള മനുഷ്യന്റെ ശാസ്ത്രീയ അന്വേഷണമാണ് ജ്യോതിശാസ്ത്രമെങ്കിൽ യാതൊരടിസ്ഥാനവുമില്ലാത്ത വെറും അന്ധവിശ്വാസം മാത്രമാണ് ജ്യോതിഷം.